ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ടേം പറഞ്ഞായിരുന്നു, ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 തരത്തിലുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെങ്ത് ബൈ ഷിയർ സ്ട്രെസ് ആണ്. പിന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 5m. 5 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഓഫ് ദാറ്റ് സോയിൽ. സ്ലോപ്പിലുള്ള സോയിലിലെ F5m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പിലെ പുതിയൊരു സ്ട്രെസ് മൂലം ജനറേറ്റ് ചെയ്യുന്ന മൊബിലൈസ്ഡ് ആയിട്ടുള്ള 5 വാല്യൂ ആണ്. ആ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള 5m ആണ്, ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് FC കൊഹഷൻ വിത്ത് റെസ്പെക്ട് ടു കൊഹഷൻ ആണെങ്കിൽ C/cm. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഹഷൻ ആണ്, CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലൈസ്ഡ് കൊഹഷൻ ആണ്. മൊബിലൈസ്ഡ് കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ലോപ്പിൽ ഫോഴ്സ് വരുന്നത് മൂലം, സ്ട്രെസ് വരുന്നത് മൂലം, ഷിയർ സ്ട്രെസ് വരുന്നത് മൂലം മൊബിലൈസ് ചെയ്യുന്ന കൊഹഷനാണ് C/cm. ഇത്രയും കാര്യമാണ് പഠിച്ചത്. നമ്മൾ പഠിച്ചു ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം അനുസരിച്ചിട്ടാണ് സ്ലോപ്പ് ഫെയിൽ ആവുകയോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കണം. അതിന് 3 മെത്തേഡ് ഉണ്ട്, ഇന്നലെ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ്. സെക്കൻഡ് വൺ ഈസ് സ്വീഡിഷ് സർക്കിൾ മെത്തേഡ്. These two are a graphical method, and third one is slope stability chart method. ഇങ്ങനെ 3 മെത്തേഡാണുള്ളത്. അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡാണ്. അതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇതിന്റെ പ്രോബ്ലം വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇത് ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ചോദിച്ചിരിക്കുന്നത് അതിന്റെ തിയറി അതിന്റെ സ്റ്റെപ്പ് എഴുതാനാണ്. ഒരു 10 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് കുറച്ച് ടഫ് ആണെന്ന് പറയുന്നില്ല, കുറച്ച് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. സോ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോസ് നോക്കുക, നമുക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഉണ്ട്, കണ്ടോ? ഇതൊരു സ്ലോപ്പാണ്. ഈ ADB എന്ന് പറയുന്നത് ഒരു സ്ലോപ്പിംഗ് സർഫസ് ആണ്. ഈ സ്ലോപ്പ് ഫെയിൽ ആവുന്നത്, ഇതൊരു റൊട്ടേഷണൽ ഫെയിലിയർ, അതല്ലെങ്കിൽ ഇതൊരു ടോ ഫെയിലിയർ. ഈ ഇവിടെ ഒരു AEB എന്ന് പറയുന്ന ഈ ഒരു സർക്കിളിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇത്രയും ഭാഗത്ത് സോയിലും തെന്നി താഴത്തോട്ട് ഫെയിൽ ആവുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത്രയും കാര്യം മനസ്സിലാക്കാം. ഈ ഒരു സർക്കുലാർ പോർഷനാണ്, ഈ സർക്കുലാർ ആയിട്ടുള്ള ഒരു പോർഷനിലാണ് സ്ലിപ്പ് ആവുന്നതെന്ന് നമ്മുടെ അസംഷനാണ്. സോ ദാറ്റ് ഈസ് സ്ലിപ്പ് സർക്കിൾ ആണ് AEC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് ഇത്രയും ഭാഗത്തെ സോയിലാണ് ഇത് പോകുന്നത്. ആ സോയിലിന്റെ വെയിറ്റ് ആണ് നമ്മൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് W, ദാറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഈ സ്ലിപ്പ് സർക്കിളിൽ ഒരു കൊഹസീവ് ഫോഴ്സ് ഉണ്ട്, സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കൊഹസീവ് ഫോഴ്സ് ആണ്. അത് ഇതിന് ഓപ്പോസിറ്റ്, സ്ലിപ്പിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫോഴ്സ് ആണ് CM. അത് ഈ ഒരു സർഫസിലൂടെയാണ് CM. ഇത് മാറ്റി എഴുതി വരയ്ക്കുന്നുള്ളൂ. സർഫസിലൂടെ മുകളിലോട്ടാണ് കൊഹഷൻ, മൊബിലൈസ്ഡ് കൊഹഷൻ എന്ന് പറയുന്ന CM എന്ന് പറയുന്ന വാല്യൂ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ W എന്ന് പറയുന്ന വെയിറ്റും CM എന്ന് പറയുന്ന ഫോഴ്സും ഉണ്ട്. ഈ W ഇങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ Wയും CM ഉണ്ട്. അതിന് രണ്ടും കൂടെ ചേർന്ന ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ട്, അതിനാണ് R. സോ ഫോഴ്സസ് ഏതൊക്കെയാണ് ഈ ഇതിനകത്തുള്ളത്? W, C ആൻഡ് ഇറ്റ്സ് റിയാക്ഷൻ R. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഇങ്ങനെയുള്ള സ്ലോപ്പിന്റെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സ്ലോപ്പ് നമ്മളൊരു ഗ്രാഫിലേക്ക് നമ്മൾ വരച്ചെടുത്തതിന് ശേഷം ഇത് ബാക്കി കാര്യങ്ങൾ നോക്കണ്ട, ഇനീഷ്യൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ B വരച്ചുക, D ഇതെല്ലാം വരച്ച് റെഡിയാക്കി വെക്കുക. നമുക്ക് അറിയാവുന്ന വാല്യൂ എന്ന് പറയുന്നത്, ഇതൊരു സോയിലാണ്. ഈ സോയിലിന്റെ C എന്ന് പറയുന്ന വാല്യൂ അറിയാം, കൊഹഷൻ. അവിടെയുള്ള സോയിലിന്റെ കൊഹഷൻ അറിയാം. 5 അവിടെയുള്ള സോയിലിന്റെ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ അറിയാം. C ആൻഡ് 5 നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്.
അതുപോലെ തന്നെ ഈ ഫ്രിക്ഷൻ, ഇത് സ്ലോപ്പ് തെന്നി മാറുന്ന ആ സോയിലിന്റെ വെയിറ്റും ആ വെയിറ്റിന്റെ ഡയറക്ഷൻ, വെയിറ്റ് എപ്പോഴും താഴ്ത്തോട്ടാണ്, വെയിറ്റിന്റെ ഡയറക്ഷൻ കമ്പോണന്റ് അത് മാർക്ക് നമുക്ക് അറിഞ്ഞിരിക്കാം, ക്വസ്റ്റ്യനിൽ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഇത്ര ഡിസ്റ്റൻസിലാണ് വരുന്നതെന്ന് നമുക്കറിയാം. സോ W. അപ്പൊ നമുക്കറിയാവുന്ന കാര്യം C5 വെയിറ്റ്, അതിന്റെ ഡയറക്ഷൻ, ഇത്രയും കാര്യം അറിയാം. ഇങ്ങനെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്കൽ മെത്തഡാണ്, നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. നമുക്ക് ഇത്ര ഒരു പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് എങ്ങനെയാണ് ഇതൊക്കെ വരച്ചതെന്ന് പറയാം. ഇത് മൊത്തമായിട്ടില്ല, ഇതിന്റെ ഒരു പാർട്ടാണ്. സ്റ്റെപ്പ് 2 പോലെയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസ്യൂം എ ഫാക്ടർ ഓഫ് സേഫ്റ്റി F5, ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ F5 അസ്യൂം ചെയ്യുക. നമുക്ക് അറിയത്തില്ല, ഒരു ഫ്രിക്ഷനെ കുറിച്ച്, ഫാക്ടർ ഓഫ് സേഫ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മൾ F5 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു വാല്യൂ 1 1ന്റെ മുകളിലോ ആയിട്ടുള്ള ഒരു വാല്യൂ 1 അത്രയും അസ്യൂം ചെയ്യാം. F5 നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് F5 ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 5m എന്നറിയാം. ഇതിൽ നിന്നും 5 എന്ന വാല്യൂ നമുക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, ഓൾറെഡി നോൺ ആണ്, ആ സോയിലിന്റെ 5 നോൺ ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്നും ഫൈൻഡ് 5m കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, F5 അസ്യൂം ചെയ്യുക, 5m കണ്ടുപിടിക്കുക. ഓക്കെ, സോ 5m വരെ കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു സ്ലിപ്പ് സർക്കിൾ ഉണ്ട്, ഇതൊരു സർക്കിളിന്റെ പാർട്ടാണ്. ആ സർക്കിളിന്റെ 2 റേഡിയസ് ആണ്. ഇത് വലിയൊരു സർക്കിളാണ്, ആ സർക്കിളിന്റെ റേഡിയസ് ആണ്. ആ റേഡിയസ് R നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഈ ഒരു സർക്കുലർ പോർഷൻ ആണ്, നമ്മളിതിനെ ഗ്രാഫായിട്ട് വരയ്ക്കുകയാണ്. അപ്പൊ ഈ സർക്കിളിന്റെ 2 റേഡിയസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ റേഡിയസ് 2 മുട്ടുന്ന ഒരു പോയിന്റ് ആണ് O. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. സോ R എന്ന വാല്യൂ നമുക്ക് നോൺ ആണ്. ഈ ഒരു സർക്കുലർ ആയിട്ടുള്ള പോർഷന്റെ സ്ലിപ്പ് സർക്കിളിന്റെ റേഡിയസ് ആണ്. സോ R sin 5m നമ്മൾ കണ്ടുപിടിച്ചു. R sin 5m കണ്ടുപിടിക്കാം. ആസ് ദ റേഡിയസ് ഓഫ് ഫ്രിക്ഷൻ സർക്കിൾ. നമ്മൾ വേറൊരു സർക്കിൾ വരയ്ക്കാൻ പറയുന്നു, ആ സർക്കിൾ പറയുന്ന പേരാണ് ഫ്രിക്ഷൻ സർക്കിൾ. ആ സർക്കിളിന്റെ റേഡിയസ് ആണ് R sin 5m. സോ നമ്മൾ ആ ഫ്രിക്ഷൻ സർക്കിൾ ഇതാണ്, ഇത് വരയ്ക്കുന്നത് ഈ O എന്ന് പറയുന്ന പോയിന്റിലാണ്, ഈ 2 റേഡിയസ് മുട്ടുന്ന പോയിന്റിലാണ്. ആ പോയിന്റിൽ R sin 5m, റേഡിയസ് R sin 5m, ഈ R sin 5m എന്ന് പറഞ്ഞ റേഡിയസ് എടുത്തിട്ട് നമ്മളൊരു ഫ്രിക്ഷൻ സർക്കിൾ, ഒരു കുഞ്ഞു സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ പേരാണ് ഫ്രിക്ഷൻ സർക്കിൾ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, F5 അസ്യൂം ചെയ്തു, 5m കണ്ടുപിടിച്ചു, R sin 5m എടുത്തു. R നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്ലിപ്പ് സർക്കിള് ഒരു സർക്കിളിന്റെ ഭാഗമാണ്, അതിന്റെ R നമുക്ക് നോൺ ആണ്. സോ R sin 5m വെച്ച് ഇതൊരു റേഡിയസ് വരച്ചു, ഒരു സർക്കിൾ വരച്ചു, അതാണ് R sin 5m, അതാണ് ഫ്രിക്ഷൻ സർക്കിൾ. മക്കളെ, ഈ ഫ്രിക്ഷൻ സർക്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫ്രിക്ഷൻ സർക്കിളിൽ നിന്ന് കണ്ടോ, ഇവിടെ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, ഈ ഫ്രിക്ഷൻ സർക്കിളിന്റെ ഈ പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് നമ്മുടെ കർവിലേക്ക്, ഈ റൊട്ടേഷണൽ സ്ലിപ്പ് സർക്കിളിലേക്ക് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുകളിലോട്ടൊരു ഇത് വിച്ച് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ്. ഇത് ഫ്രിക്ഷൻ സർക്കിളിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഫ്രിക്ഷൻ സർക്കിളിൽ നിന്ന് എവിടെന്ന് ഒരു എന്ത് വരച്ചാലും, എവിടെന്ന് ഒരു ടാൻജന്റ് വരച്ചാലും ആ ടാൻജന്റ് തരുന്നത് നമ്മൾ ഏത് പോയിന്റ് ആണോ നോക്കുന്നത് ആ പോയിന്റിൽ ഉള്ള റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് തരുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ആണെങ്കിൽ ഇവിടം വരെയുള്ള വെയിറ്റ്, ഇവിടുത്തെ കോസീവ് ഫോഴ്സിനോട് ചേർത്ത് അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആ പോയിന്റിലേക്ക് ഈ ഫ്രിക്ഷൻ സർക്കിളിൽ നിന്ന് ഒരു ടാൻജന്റ് വരയ്ക്കണം. ആ ടാൻജന്റ് എന്ന് പറയുന്നത് അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സിന്റെ, അതായത് ഇവിടെ വരുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ഇതിന്റെ ഡയറക്ഷൻ തരുന്നതാണ് ഈ ഫ്രിക്ഷൻ സർക്കിളിന്റെ ഒരു പ്രത്യേകതയാണത്. ഓക്കെ, അപ്പോൾ അത്ര മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ എന്തൊക്കെ വരച്ചു, ഇത് വരച്ചു, ഈ 2 പോയിന്റ് വരച്ചു, ഇവിടെ ഒരു ഫ്രിക്ഷൻ സർക്കിൾ വെച്ചു. ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചെന്നുള്ളൂ. ഇതിന്റെ ഡയറക്ഷൻ നൽകുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് ആണ് എന്ന് വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാല്യൂ കണ്ടുപിടിക്കാം. ഫൈൻഡ് ലെങ്ത് എ എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിക്കുക. എ എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കുക. എ എന്ന് പറയുന്നത് R × LA/LC. LA എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ആർക്ക്. ഈ ആർക്കിന്റെ ലെങ്തിനെയാണ്, ഇതാണ് ആർക്ക്, ഇതിന്റെ ലെങ്തിനെയാണ് ഇതെന്ന് പറയുന്നത് LA. ആർക്കിന്റെ ലെങ്ത് എങ്ങനെയാണ്, ആർക്ക് × LA. ലെങ്ത് ഓഫ് ആർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ലെങ്ത് ഓഫ് ആർക്ക് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻറ്റു ഈ ആംഗിൾ ഇൻറ്റു റേഡിയസ് ചെയ്ത ഈ ലെങ്ത് ഓഫ് ആർക്ക് കിട്ടും. LC എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കോഡ്. ഈ ആർക്ക് ഫോം ചെയ്യുന്ന ഒരു കോഡുണ്ട്,
കോഡ് എന്നാന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ കോഡ് ഇതാണ്. ആ കോഡ്, ആ കോഡിന്റെ ലെങ്ത് ആണ്. ആർ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. R × LA/LC. ഓക്കെ. സോ നമുക്കിപ്പോൾ ഒരു ലെങ്ത് കിട്ടി. എ എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഫ്രിക്ഷൻ സർക്കിളിന്റെ സെന്ററിൽ നിന്നും സി എന്ന് പറയുന്ന ഫോഴ്സ് ആ ഫോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് എ എന്ന് പറയുന്നത്. അപ്പൊ എ ഈസ് ഈക്വൽ ടു R × LA/LC കണ്ടുപിടിച്ച ആ ലെങ്ത്, ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. അപ്പൊ ആ ഡിസ്റ്റൻസ് നമ്മൾ സ്കെയിലിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ആ കോഹസീവ് ഫോഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ ഈ കോഡിന് പാരലായിട്ടായിരിക്കും ഇത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മാറിയിട്ട് കോഡിന് പാരലായിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ആ ലൈനിന്റെ ഡയറക്ഷൻ ആണ് കൊഹഷൻ എന്ന് പറയുന്ന ഫോഴ്സ് തരുന്നത്. മനസ്സിലായോ? ഇവിടെ W എന്ന് പറയുന്ന ഫോഴ്സ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കൊഹഷൻ എന്ന ഫോഴ്സിന്റെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് കണ്ടുപിടിച്ചു. അതാണ് C. ഈ W എന്ന ഫോഴ്സും സി എന്ന ഫോഴ്സും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനാണ് P എന്ന് പറയുന്നത്. അതാണ് ഇന്റർസെക്ഷൻ ഓഫ് W ആൻഡ് C. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇനി R കണ്ടുപിടിക്കണം. അതായത് റിസൾട്ടന്റ് ഫോഴ്സ് സിയുടെയും ഡബ്ല്യുവിന്റെയും റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. ഈ പോയിന്റ് ഇവിടെ നിന്ന് ഒരു ടാൻജന്റ് എടുക്കുന്നു. ആ ടാൻജന്റ് നമ്മൾ ഈ ഇന്റർസെക്ഷനിലേക്ക് ആ ടാൻജന്റ് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ കടന്നു പോകുന്നു ആ ലൈൻ മുകളിലോട്ട്. ഇതാണ് റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പോൾ സിയുടെ ഡയറക്ഷൻ കിട്ടി, ഡബ്ല്യുവിന്റെ ഡയറക്ഷൻ കിട്ടി, റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടി. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോഴ്സ് ട്രയാങ്കിൾ വരയ്ക്കും. ഫോഴ്സ് ട്രയാങ്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ W എന്നൊരു ഫോഴ്സ് ഉണ്ടല്ലോ, നമ്മളൊരു സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ ഡബ്ല്യുവിന് ഇങ്ങനെ പാരലാക്കിയിട്ട് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. എവിടെയെങ്കിലും കൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഡബ്ല്യുവിന് നമ്മൾ ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നു. അത് ഈ പടത്തിന് നേരെ തന്നെ വരയ്ക്കണം. ഇവിടെ നിന്ന് പാരലാക്കിയിട്ട് ഇവിടെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അതാണ് W. ഇനി ഈ ഡബ്ല്യുവിന് എത്ര ലെങ്ത് ഉണ്ടെന്ന് മാർക്ക് ചെയ്യണം. എങ്ങനെയാണ് ഡബ്ല്യുവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്? സപ്പോസ് ഈ സോയിലിന് മൊത്തം ഒരു 1500 കിലോന്യൂട്ടൺ W ഉണ്ടെങ്കിൽ നമ്മൾ 500 കിലോന്യൂട്ടൺ ഈക്വൽ ടു 1 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ 1500 കിലോമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 3 സെന്റിമീറ്റർ ആയിരിക്കും. സപ്പോസ് ഞാൻ പറയണം. അപ്പോൾ നമ്മൾ ഈ ഡബ്ല്യുവിന്റെ ഡയറക്ഷൻ ആദ്യം വരച്ചു, എന്നിട്ട് 2 പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റ് ഇപ്പോൾ ഈ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ 3 സെന്റിമീറ്ററിൽ ഞാൻ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഈ ലൈനൊന്നുമില്ല, ഈ 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, 3 സെന്റിമീറ്റർ ലൈൻ വരച്ചതിന് അതിന്റെ ടോപ്പ് ബോട്ടമും എനിക്കറിയാം. ഈ പോയിന്റും അറിയാം. ബോട്ടം പോയിന്റ് ഇതാണ്. അതിനുശേഷം നമ്മുടെ സി എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിന് പാരലായിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇപ്പൊ സെറ്റ് സ്ക്വയർ ഒക്കെ വെച്ചിട്ട് പാരലായിട്ട് ഇങ്ങോട്ടൊരു ലൈൻ ഇങ്ങോട്ടൊരു ലൈൻ കൊണ്ടുവരിക. ആ ലൈൻ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ടോപ്പ് പോർഷനിലൂടെ വരുന്ന രീതിയിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഈ സിക്ക് പാരലായിട്ട് ഈ ഡബ്ല്യുവിന്റെ മുകളിൽ കൂടെ പോകുന്ന രീതിയിൽ. അതുപോലെ ആർ എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടല്ലോ, അതിന് പാരലായിട്ട് ആ പാരൽ ഫോഴ്സിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് ഇവിടെ വരുന്ന ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാം. അത് താഴത്തേക്കൂടെ പോകുന്ന രീതിയിൽ. അപ്പോൾ ഈ ലൈനും കൂടെ കൂട്ടിമുട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. സിയുടെ ഒരു ലൈൻ കിട്ടും. നമുക്ക് ആറിന്റെ ഒരു ലൈൻ കിട്ടും. ഓക്കെ, ഇത് സിയുടെ ലൈനും ആറിന്റെ ലൈനും. ഈ സിയുടെ ലൈൻ നമ്മൾ സ്കെയിലിൽ അളന്ന് നോക്കുക. സപ്പോസ് സിയുടെ 2.5 ആണെങ്കിൽ സിന്റെ ഫോഴ്സ് അറിയാൻ വേണ്ടിയിട്ട് C × 500. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ആണ്. അപ്പോൾ 2.5 സെന്റിമീറ്റർ ആണ് കിട്ടുന്നതെങ്കിൽ 2.5 × 500 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്ന് കിട്ടും. അങ്ങനെ 6 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡബ്ല്യുവിന്റെ എമൗണ്ട് കിട്ടി, സിയുടെ എമൗണ്ടും ഡയറക്ഷനും കിട്ടി, ആറിന്റെ എമൗണ്ടും ഡയറക്ഷനും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയേ? സി കിട്ടി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കൊഹസീവ് ഫോഴ്സ്. സോ കൊഹസീവ് ഫോഴ്സ് ഫൈൻഡ് സി ഈസ് ഈക്വൽ CM ഈസ്. സോ കൊഹസീവ് ഫോഴ്സ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ CM കണ്ടുപിടിക്കണം. ഇതൊരു ഇക്വേഷനാണ്. CM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. CM ഈസ് ഈക്വൽ ടു C / LC. C എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ്, LC എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് കോഡാണ്. ഈ കോഡ് ടോട്ടൽ ഫോഴ്സ് / LC ചെയ്യുമ്പോഴാണ് CM കിട്ടുന്നത്. അപ്പോൾ C എന്ന് പറഞ്ഞാൽ C/CM LC എന്ന് എഴുതി. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കൊഹഷൻ എന്ന് പറയുന്നത് FC ഈസ് ഈക്വൽ ടു C / CM. C ക്വസ്റ്റനിൽ അറിയാം, CM നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് FC എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അപ്പം ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ FI എന്ന് പറയുന്നൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, FC എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിച്ചു. അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കൊഹഷൻ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചു. സോ ഇത് രണ്ടും ഈക്വൽ ആകുന്നുവെങ്കിൽ FI നമ്മൾ അസ്യൂം ചെയ്തിട്ട് FC കിട്ടുന്ന ഒരു വാല്യൂ ആണ്. അത് രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ F എപ്പോഴും ഫാക്ടർ ഓഫ് സേഫ്റ്റി കറക്റ്റ് ആണ്. അതായിട്ട് നമുക്ക് എടുക്കാം. അതാണ് ആ സർക്കിളിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞെടുക്കാം. സോ മിക്കപ്പോഴും നമുക്ക് FC ഈക്വൽ ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല. ഏതിനാണോ ഏത് നമ്മളപ്പോ വേറൊരു ഇതുപോലെ ഇപ്പൊ ഈ സർക്കിളിനാണ് ഇപ്പൊ ചെയ്തത്. ഇതുപോലെ വേറൊരു സർക്കിൾ അസ്യൂം ചെയ്തിട്ട് ഈ പ്രൊസീജിയർ പിന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നമ്മളൊരു FI അസ്യൂം ചെയ്തിട്ട് നമ്മൾ FC കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഒരു സെറ്റ് ഓഫ് FI വാല്യൂയും ഒരു സെറ്റ് ഓഫ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള FC വാല്യൂയും കിട്ടും. ഏത് സർക്കിളിനാണോ ഇങ്ങനത്തെ പല സർക്കിൾ അസ്യൂം ചെയ്തിട്ട് 3-4 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഏത് സർക്കിളിനാണോ മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടുന്നത് അതിനെയാണ് ക്രിട്ടിക്കൽ. ഏതിനാണോ മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടുന്നത് അതിനെയാണ് ക്രിട്ടിക്കൽ സ്ലിപ്പിംഗ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇത് 2-3 പ്രാവശ്യം ഈ ഗ്രാഫിക്കൽ മെത്തേഡ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ FI ഉണ്ട് FC ഉണ്ട്. സോ FIയും FCയും വെച്ചിട്ട് നമ്മളൊരു കർവ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടും. ആ കർവില് ഒരു 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. അപ്പോൾ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റിൽ FCയും FIയും ഈക്വൽ ആവും. അതുകൊണ്ട് ഇതായിരിക്കും ആ ഒരു സ്ലോപ്പിന്റെ ഫ്രിക്ഷൻ സർക്കിൾ അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. നമ്മൾ ഒരു പ്രാവശ്യം ഒരു സ്ലിപ്പ് സർക്കിളിൽ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു FI അസ്യൂം ചെയ്ത് കറസ്പോണ്ടിങ് FC കിട്ടും. അതുപോലെ നമ്മൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് FC ഈക്വൽ ടു FI ഈസ് ഈക്വൽ ടു FC നമ്മൾ 3 രീതിയിൽ കണ്ടുപിടിച്ചാലും FIയും FCയും FSും ഒക്കെ ഒരു സ്ലിപ്പ് സർക്കിളിനെ സംബന്ധിച്ച് ഒരു സ്ലോപ്പിനെ സംബന്ധിച്ച് സെയിം ആണ്. അപ്പോൾ അത് ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഈക്വൽ ആണെന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. FC ഈക്വൽ ടു FI കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ 2-3 വാല്യൂസ് കണ്ടുപിടിച്ച് അതിന് ഒരു കർവ് ആയിരിക്കും, അതിനൊരു 45 ഡിഗ്രി ആംഗിൾ വരയ്ക്കും. അതിൽ നിന്നും FC ഈസ് ഈക്വൽ ടു FI ആ വാല്യൂ ആയിരിക്കും ആ ഫ്രിക്ഷൻ സർക്കിളിന്റെ വാല്യൂ. ഓക്കെ.